വരവറിയിച്ചുകൊണ്ട് തുളസിയിൽ പൂക്കാലം ഒരുക്കി കുട്ടോട്ടം കൊന്നൂറുകൾ വരവറിയിച്ചുകൊണ്ട് തുളസിയിൽ പൂക്കാലം ഒരുക്കി കുട്ടോട്ടം 40 വർഷമായി നാടകത്തിൽ തുടങ്ങി മലയാള സിനിമ നെറുകയിലെത്തി നാളുകൾ വരവറിയിച്ചുകൊണ്ട് തുളസിയിൽ പൂക്കാലം ഒരുക്കി കുട്ടേട്ടൻ നാടിനഭിമാനം നമ്മുടെ കുട്ടേട്ടൻ നാടിനഭിമാനം നമ്മുടെ കുട്ടേട്ടൻ നാമിന്നു നൽകിടാം സ്നേഹാദരങ്ങൾ പരമായ കണ്ടേ ഗുണമതമായിടും നാമിന്നു നൽകിടാം സ്നേഹാദരങ്ങൾ പരമായ കണ്ടേ ഗുണമതമായിടും വരവറിയിച്ചുകൊണ്ട് തുളസിയിൽ പൂക്കാലം ഒരുക്കി കുട്ടേട്ടൻ കൂടെയുള്ളൊരു വിജയരാഘവൻ നമ്മുടെ കുട്ടേട്ടൻ വിജയം കൂടെയുള്ളൊരു വിജയരാഘവൻ നമ്മുടെ കുട്ടേട്ടൻ ജന്മനാടിൽ പുണ്യമായി പിറന്ന മണ്ണിൽ അജയനായി ജന്മനാടിൽ പുണ്യമായി പിറന്ന മണ്ണിൽ അജയനായി വരവറിയിച്ചുകൊണ്ട് തുളസിയിൽ പൂക്കാലം ഒരുക്കി കുട്ടേട്ടൻ 40 വർഷമായി നാടകത്തിൽ തുടങ്ങി മലയാള സിനിമ നെറുകയിലെത്തി നാളുകൾ വരവറിയിച്ചുകൊണ്ട് തുളസിയിൽ പൂക്കാലം ഒരുക്കി കുട്ടേട്ടൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ടവർ, ഒരു വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു ചടങ്ങിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നാണ് ഞാൻ ഈ പരിപാടി പങ്കെടുക്കാനെത്തിയത്. കോട്ടയം ജില്ലയിലെ നിങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അതുല്യനായ കുട്ടേട്ടനും കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അതുല്യ വ്യക്തിത്വമായ വാസവചേട്ടനെയും സംഭാവന ചെയ്തവരാണ് നിങ്ങൾ. കോട്ടയം ജില്ല
അക്ഷരങ്ങളുടെ നാട് എന്നാണ് എൻ്റെ നാട്ടിലൊക്കെ അറിയപ്പെടുക. അതിൻ്റെ ഒരുക്കം എന്ന രീതിയിൽ, അതിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിലാണ് ഇത്തരം മഹത്തായ വ്യക്തിത്വങ്ങളെ നിങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം, കുട്ടേട്ടന് സഹനടന്റെ അവാർഡ് ലഭിച്ചപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഏറെ ആഹ്ലാദം ഉണ്ടായൊരു നാടാണ് എൻ്റെ നാട്. ആ നാട്ടിലെ മുഴുവൻ ആളുകളെയാണ് ഈ ആഘോഷത്തെ ഞങ്ങൾ പങ്കുവെച്ചത്. ആഘോഷങ്ങൾ പങ്കുവെക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമുണ്ട്. നിങ്ങളെല്ലാം 2 ദിവസം പത്രത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു വലിയ ചർച്ചയായിട്ട് മാറിയതാണ്. ഉർവശി ഉൾപ്പെടെ ചർച്ച ചെയ്ത വിഷയമാണ്. യഥാർത്ഥ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്നൊരു ചർച്ച കേരളീയ സമൂഹം ഏറ്റെടുത്തതാണ് ഈ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടായ ചർച്ച. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, കാരണം അത് വലിയ ചർച്ചാ ആയതുകൊണ്ട്. ഇവിടെ നിങ്ങൾക്കേറെ അഭിമാനിക്കാം. കാരണം സാമൂഹിക തിന്മകൾക്കെതിരെ തൻ്റെ അക്ഷരങ്ങൾ പടവാളാക്കിയ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ മകനാണ് കുട്ടേട്ടൻ എന്ന വിജയരാഘവൻ. നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം ഇനിയും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ ബാക്കിയുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ ഈ സ്വീകരണം ഊർജപ്പെടുത്തും എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. നിങ്ങളുടെ നാടിന്റെ മഹത്തായ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നവരാണ് എൻ്റെ നാട്. കുട്ടേട്ടൻ്റെ അച്ഛൻ്റെ പേരിൽ, അച്ഛൻ പിള്ളയുടെ പേരിൽ എൻ്റെ നാട്ടിൽ അതിമനോഹരമായ സ്മാരക മന്ദിരമുണ്ട്. 3 നില കെട്ടിടം. അതിൻ്റെ ഏറ്റവും മുകളിൽ നാടക റിഹേഴ്സൽ ക്യാമ്പും, 2ാം നിലയിൽ കലാസമിതിയുടെ കെട്ടിടവും, ആദ്യത്തെ നിലയിൽ പാലിയേറ്റീവ് സൊസൈറ്റി കെട്ടിടവുമാണ്. നിങ്ങൾ അങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ എൻ്റെ ഗ്രാമത്തിലെ 100 കുടുംബങ്ങളെ നിങ്ങൾക്ക് ആ മന്ദിരത്തിൽ കാണാം. കാരണം സൗജന്യമായി BP പരിശോധനയും ഷുഗർ പരിശോധനയും കൊളസ്ട്രോൾ പരിശോധനയും എല്ലാം നടത്തുന്ന ഒരു കേന്ദ്രം. ആ നാട്ടിലെ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ ആംബുലൻസ് സൗകര്യം വേണ്ട, അതെല്ലാം പാലിയേറ്റീവ് സൊസൈറ്റി കൊടുക്കും. ഫ്രീസർ സൗകര്യം കൊടുക്കും. അങ്ങനെയുള്ള ഒരു കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഞങ്ങളെല്ലാം. അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി വാസവട്ടൻ അവിടെ നേരിട്ട് വന്ന് സന്ദർശിച്ചിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പ്രദേശത്താണ് ഞാൻ വരുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം അഭിമാനകരമായ, നിങ്ങളുടെ എല്ലാം പേര്, ഇപ്പം കുട്ടേട്ടൻ അവാർഡ് കിട്ടി, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്ക്. എവിടെ ചർച്ച ചെയ്താലും ഉളശ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ഉളശയിലെ മുഴുവൻ ആൾക്കും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കുട്ടേട്ടന് കിട്ടിയ അവാർഡിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലെ പൗരാവലിക്ക് വേണ്ടിയും ഇവിടെ ഈ വേദിയിൽ വെച്ച് കുട്ടേട്ടനെ അനുമോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം കുറവുണ്ട്. അതുകൊണ്ട് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് കരിമഠം സംസാരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി രാജേഷ് അവറുകൾ, അതുപോലെ തന്നെ നമുക്ക് ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട കേരളത്തിന്റെ വികസന നായകൻ നമ്മുടെ സ്വന്തം വാസവൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആദരവ് ഗ്രാമത്തിന്റെയും പഞ്ചായത്തിന്റെയും ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുട്ടേട്ടൻ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ സിനിമാ സംവിധായകനും നടനും സർവോപരി സിനിമയുടെ എല്ലാമായിട്ടുള്ള ശ്രീ ജോണി ആന്റണി സാർ, പ്രിയപ്പെട്ട കർണാട്ടിക് സംഗീതജ്ഞ മാതങ്കി സത്യമൂർത്തി അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ വ്യക്തിത്വങ്ങളെ, നമുക്കറിയാർക്ക് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഇടം നൽകിയ ഒരു ഗ്രാമമാണ്, ഒരു കാർഷിക ടൂറിസം ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നഫലമായിട്ട്, അവരുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ആ ഗ്രാമത്തിന്റെ പേര് വാനോളം ഉയർത്തുവാൻ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ അയ്മനത്തെ സംബന്ധിച്ച് വളരെ അഭിനന്ദനാർഹമാണ്. അതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെ
വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോട് തന്നെയാണ് നമ്മുടെ കുട്ടേട്ടൻ നമ്മുടെ ഈ രംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത്. ഞാനത് ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്നത് കാര്യം നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലകളിൽ ഒന്നാണ് സംസ്കരണം. ആ മാലിന്യ സംസ്കരണത്തിന് നമുക്ക് ചാലക ശക്തിയായി വർത്തിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ്. ആ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരെ ആ മാലിന്യ സംസ്കരിക്കുന്നതിന്റെ ആ ബോധവൽക്കരണം നടത്തുന്നതിനുമൊക്കെയായി ഒരു ദിവസം നമ്മളൊരു വീഡിയോ ചെയ്യുവാൻ ആലോചിച്ചു. പഞ്ചായത്ത് ഭരണസമിതി കുട്ടേട്ടനെ വിളിക്കുവാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ആ കുട്ടേട്ടന്റെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന അല്ലെ ആ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ നമ്മൾ ഇത് കൈകാര്യം ചെയ്യണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് കുട്ടേട്ടനെ ഒരു ആശംസയ്ക്കായി ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ഒരു ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വൈസ് പ്രസിഡന്റ്, ഞാൻ ഇന്ന് ഷൂട്ടാളെ ഞാൻ കൃത്യമായിട്ടും വീഡിയോ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക്, ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ടും പിറ്റേ ദിവസം തന്നെ നമുക്ക് ആ വീഡിയോ അയച്ചു തന്നു. അത് നമ്മൾ അയ്മനം ഗ്രാമങ്ങളിലും മറ്റ് പൊതുവായിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഒക്കെ നമ്മളത് പങ്കുവെച്ചു. അതിന്റെ ഫലമായിട്ട് തന്നെ നമുക്ക് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചു. അതിലൊക്കെ അതാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ഒരു നടൻ എന്നുള്ളതിലപ്പുറം വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധതയോട് തന്നെ നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ അയ്മനത്തിന്റെ സ്വന്തം അഹങ്കാരം എന്ന് പറയാം, അയ്മനത്തിന്റെ സ്വന്തം കുട്ടേട്ടന് ഇനി ഭാവി ജീവിതത്തിലും എല്ലാവിധ വലിയ നിരവധി ഓസ്കാർ അവാർഡ് വരെ കിട്ടുവാൻ വളരെ കഴിവും പ്രാപ്തിയുള്ള ഒരു നടൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ. ആ കുട്ടേട്ടന് ഞാൻ അയ്മനം ഗ്രാമപഞ്ചായത്തിന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും നിങ്ങളുടെ എല്ലാം ഒരു പിന്തുണയോടെയുള്ള ആദരം അർപ്പിച്ചുകൊണ്ട് എന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വിജയരാഘവന്റെ അയൽവക്കംകാരിയും പ്രശസ്ത ഗായികയുമായ ശ്രീമതി മാതങ്കി സത്യമൂർത്തി ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട വിജയരാഘവനെയും ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട റവറൻ ജോബി വർഗീസ് ജോയി അച്ഛനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന ശ്രീമതി വിജി രാജേഷ്, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ സാർ, നമ്മളെല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ യോഗത്തിൽ ആദരിക്കുന്ന ഈ നാടിന്റെ അഭിമാനവും നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ അവാർഡ് ജേതാവുമായ വിജയരാഘവൻ സാർ, മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒളശ സെന്റ് മാർക്സ് CSI ഇടവകയെ പ്രതികരിച്ചും ഈ ദേശത്തെ ജനങ്ങളെ പ്രതികരിച്ചും ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. കോട്ടയം എന്ന് പറയുന്ന നഗരം, അത് അക്ഷരനഗരം, അക്ഷരനഗരി എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കലാപരമായ സാംസ്കാരികപരമായ മുന്നേറ്റങ്ങളും ഈ അതുല്യ നടനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലെ ഒളശയിലുള്ള അയ്മനത്തുള്ള എല്ലാ ഗ്രാമവാസികളുടെയും അതുപോലെ തന്നെ ഒളശ സെന്റ് മാർക്സ് CSI ഇടവകയിലെ വിശ്വാസ സമൂഹത്തിന്റെയും എല്ലാം പേരിലുള്ള ആദരവ് അറിയിക്കുന്നു. ഈ അതുല്യ നടൻ പ്രത്യേകിച്ച് സഭയുമായിട്ടൊരു ബന്ധമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് CMS കോളേജിലെ CMS സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ദേശവുമായും സഭയുമായിട്ടുമൊക്കെ വളരെ സജീവമായി ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ അനുഗ്രഹീതമായ വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുട്ടിക്കാലത്തെ ചിരിപ്പിച്ച, എൻ്റെ കുട്ടിക്കാലത്തെ ആസ്വദിപ്പിച്ച ഒരു അതുല്യ നടനാണ് റാംജി റാവ്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. വില്ലന്മാർ സാധാരണഗതിയിൽ ഇഷ്ടപ്പെടാതെ പോകാറുണ്ട്, എന്നാൽ ഇഷ്ടപ്പെട്ട വില്ലനാണ് റാംജി റാവു.
റാംജി റാവുവിന്റെ മടങ്ങി വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം റാംജി റാവു മരിച്ചിട്ടില്ല എന്നാണ് ആ കഥയിലെ അവസാനം എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ലോറിയുടെ മുകളിൽ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു വില്ലന്റെ മടങ്ങി വരവിന് വേണ്ടി ചെറുപ്പകാലം മുതൽ കാത്തിരുന്ന റാംജി റാവുവും കൊച്ചി രാജാവിലെ വില്ലനുമൊക്കെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല കഥാപാത്രങ്ങൾ. അങ്ങനെ ഈ മലയാള സിനിമയ്ക്ക് മികച്ച ചിത്രങ്ങൾ നൽകിയ, മികച്ച അനുഭവങ്ങളെ നൽകിയ, ഒരു കഥാപാത്രങ്ങളെ നൽകിയ വിജയരാഘവൻ സാറിന് എല്ലാവിധമായ ആശംസകൾ ഈ നാടിന്റെ പേരിൽ, ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. എല്ലാവിധമായ പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. പൂക്കാലം എന്ന സിനിമയിലെ ഇച്ചാപ്പ എന്ന കഥാപാത്രത്തിലൂടെ ദേശീയ അവാർഡ് നമ്മുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട വിജയരാഘവൻ മറുപടി പറയുകയാണ്. സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിജയരാഘവൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷവും അഭിമാനവും എല്ലാം തോന്നുന്നത് എൻ്റെ നാട്ടിൽ നിന്നാണ്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ പരിചയമില്ലാത്ത, എന്നെ അറിയാത്ത കുറെ ആൾക്കാരുടെ മുന്നിലാണ് ഞാൻ അവാർഡ് വാങ്ങാൻ പോകുന്നത്. പക്ഷെ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ MLA, എൻ്റെ സുഹൃത്ത്, നമ്മുടെ നാട്ടിലെ എല്ലാ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ വാസവനിൽ നിന്ന് വാങ്ങാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്കെല്ലാം അറിയാം, അഭിനയം മാത്രമാണ് എൻ്റെ പ്രൊഫഷൻ. ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് ഒരു 55 വർഷമായി. ഈ 85 വർഷം നാടകമായിരുന്നു. പിന്നീട് 40-42 വർഷം സിനിമയാണ്. ഈ സിനിമയിൽ നാടകത്തിലായിരിക്കുമ്പോ കഥാപാത്രങ്ങൾ അച്ഛൻ പറഞ്ഞു തരും, അങ്ങനെയുള്ള പല നിർദ്ദേശങ്ങൾ തരും. അങ്ങനെയാണ് ഞാൻ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിരുന്നത്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോ ഇപ്പോ ജോണി ആന്റണി പറഞ്ഞ പോലെ പല കഥാപാത്രങ്ങൾക്കും എനിക്ക് എഴുതിത്തരും. പക്ഷെ അതിന് രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകുന്നത് എന്നിലൂടെയാണ്. ഇത് ഞാൻ സൃഷ്ടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചതല്ല, ഞാൻ വളർന്നത് ഒളശയിലാണ്. ഈ ഇവിടുത്തെ എല്ലാ പ്രദേശങ്ങളും എനിക്ക് വളരെ സുപരിചിതമാണ്. മാത്രമല്ല 3 തലമുറ, എനിക്കിപ്പോ 75 വയസ്സായി, 3 തലമുറ കണ്ട ഒരാളാണ് ഞാൻ. ഈ 3 തലമുറയിൽപ്പെട്ട ആൾക്കാർ പലരെയും എൻ്റെ അഭിനയ ജീവിതത്തിൽ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ കിട്ടിയ അവാർഡിന്റെ ഒരു വലിയ പങ്ക് ഈ നാട്ടിലെ പലർക്കും ഉണ്ട്. കൃത്യമായിട്ട് ഒരാള് അതേപടി അനുകരിക്കുകയല്ല, പക്ഷെ പലരുടെയും, എൻ്റെ ഈ നാട്ടിലുള്ള പലരുടെയും അംശങ്ങളുണ്ട് ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങൾക്ക്. എനിക്ക് കിട്ടിയ ഈ അവാർഡ് തീർച്ചയായിട്ടും ഈ നാടിന് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ അറിവുകളും, എൻ്റെ എല്ലാ തെറ്റുകളും, എൻ്റെ എല്ലാ ചെയ്തികളും, ഞാൻ ഈ സ്ഥലമൊക്കെ ഞാൻ ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. എന്ന് തന്നെ ഈ ഒളശ മുഴുവൻ എനിക്ക് പരിചയമാണ്. മാത്രമല്ല ഇപ്പൊ ഞാൻ എവിടെ ചെന്നാലും എവിടെയാ അവിടുത്തെ ഒളശ. ഈ ഒളശ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. അങ്ങനെ ഒരു സിനിമയിൽ ജഗതി പറയുന്നത് ഒളശ ഒളശ ഒരു കളിയാക്കലൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞ് ഒരുപാട് പേർക്ക് അറിയാം. ഒരുപാട് പേര് വീണ്ടും ഉരുവിടുന്ന കേൾക്കും ഒളശ. എന്താണെങ്കിലും ഈ നാട്ടിലുള്ളവരുടെ ഒരുപാട് പേർ പ്രോത്സാഹനം എനിക്കുണ്ട്. ഈ പറഞ്ഞ 3 തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ എനിക്ക് എൻ്റെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകിയിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്. പിന്നെ ഞാന് ഇപ്പോഴും ഒളശയിൽ തന്നെ താമസിക്കുന്നത്. അപ്പൊ പലരും എന്നെ ചോദിക്കും, ഈ സിനിമക്കാരൊക്കെ എറണാകുളത്താണല്ലോ താമസിക്കുന്നത്, ഇപ്പൊ ചേട്ടൻ മാത്രം എന്താ ഒരു ഒളശയിൽ ഇവിടം വിട്ടു പോരാത്ത എന്താന്ന്? സത്യം, എനിക്ക് ഇവിടം വിട്ടു പോകാൻ പറ്റില്ല. കാര്യം എന്നിലെ ഞാൻ വെറും കുട്ടനായിട്ട്, എന്റെ കുട്ടൻ ചേട്ടൻ അല്ലെ പറയക്കലെ കുട്ടൻ അല്ലെ പ്രസാറിന്റെ മകൻ, ഇതൊരു കുട്ടനായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാനായിട്ട് ജീവിക്കാനുള്ള സ്പേസ് ഇവിടെ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറൊരു സ്ഥലത്ത് കുട്ടനായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ എന്നെ വിജയരാഘവൻ, സിനിമാനൻ വിജയരാഘവൻ അല്ലെ സിനിമാനൻ, അങ്ങനെയല്ലേ എന്നെ കാണുള്ളൂ. എനിക്ക് ഞാനായിട്ട് ജീവിക്കണമെങ്കിൽ എന്റെ ഒളശ അല്ലാതെ വേറെ ലോകത്തിലെ സ്ഥലമില്ല. എനിക്ക് എവിടെ പോയാലും എൻ്റെ പ്രിയപ്പെട്ട നാട് ഒളശയാണ്.
ആ വളർച്ചയിൽ നമ്മുടെ അയ്മനം പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക് നൽകുന്ന ഈ സ്വീകരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷമാണിത്. ഇത് ഞാൻ ഭംഗി വാക്ക് പറയല്ല. ഞാൻ എൻ്റെ നാടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാളാണ്. എവിടെ പോയാലും കോട്ടയംകാരനാണ് ഞാൻ, പിന്നെ അയ്മനത്താണ്, എവിടെ ഓശയാണ് എന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഗ്രാമപഞ്ചായത്ത് ഇതിലെ എനിക്ക് ഈ അവാർഡ് ഇങ്ങനെ ഒരു അംഗീകാരം നൽകാൻ തീരുമാനിച്ച ഇതിന്റെ എല്ലാ പ്രവർത്തകരോടും പിന്നീട് സന്നിഹിതരായിരിക്കും നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം ഞാൻ സമർപ്പിക്കുക. താങ്ക് യു. കുട്ടിയുടെ സ്നേഹോഷ്മളമായ വാക്കുകൾക്ക് നന്ദി പറയുന്നു. ശ്രീ കല്ലുപുരയ്ക്കൽ ഫിലിപ്പ്, അദ്ദേഹത്തിന് ഒരു താങ്ക് യു. സാന്നിധ്യം കൊണ്ട് ഈ വേദി അനുഗ്രഹിച്ച എല്ലാ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും ഒക്കെ ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ പ്രദീപ് കുമാറിനെ ക്ഷണിക്കും. നമസ്കാരം. വേദിയിലെ സദസ്സിലുമുള്ള ബഹുമാന്യരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സത്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമായിരുന്നു. കോട്ടയത്തിന്റെ സർവോപരി അയ്മനം ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ കുട്ടേട്ടൻ വിജയരാഘവൻ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എന്താ പറയാ, ഒരു ആരാധന പാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത്ര അഭിനയകലയിൽ ഇത്ര മികച്ച ഒരു പ്രകടനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച ഈ വേളയിൽ ഈ ഗ്രാമത്തിന്റെ ആദരവ് നൽകുന്ന ഈ ചടങ്ങിൽ ഒരു നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ഈ ഗ്രാമവാസികളുടെയും എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനരെ, നമ്മുടെ ഈ ചടങ്ങിനോടനുബന്ധിച്ച് അനുഗ്രഹീതനായ കലാകാരൻ, സിനിമാ നടൻ ശ്രീ സന്തോഷ് കീഴാറ്റൂർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കലയുടെ അവതരിപ്പിക്കും. അദ്ദേഹത്തെ കാസർഗോഡ് പോയപ്പോൾ, ഞാനും കാസർഗോഡ് അടുത്ത ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് കുറച്ച് കണ്ടുമുട്ടിയത്. അത് വിദേശത്തും സ്വദേശത്തും നിരവധി സ്റ്റേജുകളിൽ ടിക്കറ്റ് വെച്ച് നടത്തുന്ന അതിഗംഭീരമായ ഒരു കലാപ്രകടനമാണ് സന്തോഷ് കീഴാറ്റൂർ പെണ്ണടൻ എന്ന രൂപത്തിലൂടെ അവതരിപ്പിക്കാൻ പോകുന്ന കലാവിരുന്ന്. അത് കണ്ടിട്ട് അധികം സമയമില്ല, ഒരു ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തീരുന്ന കലാപരിപാടിയാണ്, മനോഹരമായ ഒരു കലാപരിപാടിയാണ്. അദ്ദേഹത്തിന്റെ കലാവിരുതോടെ എല്ലാവരും ആസ്വദിക്കണം എന്ന് വിനയപൂർവ്വം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യ അധ്യക്ഷയുടെ അനുവാദത്തോടുകൂടി ഈ ആദരവ് ചടങ്ങ് പൂർണ്ണമായതായി അറിയിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം സന്തോഷ് കീഴാറ്റൂരിന്റെ കലാപ്രകടനം ഈ വേദിയിൽ അരങ്ങേറും. അതിന് സ്റ്റേജ് അറേഞ്ച്മെന്റുമായി എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. എല്ലാവരും ദയവായി സീറ്റ് വിനീതമായി അഭ്യർത്ഥിക്കുക.